വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ഈസ്റ്റർ സ്പെഷ്യൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഫുൾ ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഏകദേശം 1.5 കിലോയുള്ള ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് എല്ലായിടവും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. പുറഭാഗവും മുൻഭാഗവും എല്ലാം നന്നായിട്ടൊന്ന് മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ അതിൽ ഹോൾസ് ഇടുന്നത്. ഇനി ആവശ്യത്തിന് വേണ്ടത് എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടണം. പിന്നെ ഏകദേശം 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഏകദേശം 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ കുഴപ്പമില്ല. നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. മസാല നന്നായിട്ട് പിടിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ 2 തൊണ്ടൻ മുളകെന്നാണ് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നത്. 2-3 തൊണ്ടൻ മുളകും കുറച്ച് മല്ലിയിലയിട്ട് ചിക്കൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് ഞാൻ ഏകദേശം 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഇടുവാണ്. ചിക്കൻ പൊരിച്ചങ്ങ് എടുക്കാം. ഇതാ കണ്ടോ നമ്മുടെ ചിക്കൻ, കണ്ടോ? നമ്മളുടെ ചിക്കൻ ഇങ്ങനെ 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 പൊരിച്ചെടുത്തിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇവിടെ അടുത്തൊരാൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമൻറ്റായിരുന്നു നേരത്തെ കിട്ടത്. അങ്ങനെ നമുക്ക് ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.